നമസ്കാരം. അവസരം കിട്ടുമ്പോഴെല്ലാം ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുക, ഇന്ത്യയെ പ്രകോപിപ്പിക്കുക എന്നത് പാകിസ്ഥാൻ്റെ ഒരു നയമാണ്. അവർ അതിർത്തിയിൽ പലതരത്തിലുള്ള പ്രകോപനങ്ങൾ നേരത്തെ നടത്തുമായിരുന്നു. അതായത് വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കുമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോഴൊക്കെ ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നും ഇങ്ങോട്ട് വെടിയുതിർക്കുമായിരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രകോപനങ്ങൾ പാകിസ്ഥാൻ സൃഷ്ടിക്കുമായിരുന്നു. പക്ഷേ സൈനികമായിട്ട് പാകിസ്ഥാൻ്റെ പ്രകോപനങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നുവെന്ന് തന്നെ പറയാം. പക്ഷേ എങ്കിലും തീവ്രവാദ ശക്തികൾ, ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകര സംഘടനകൾക്ക് ഇപ്പോഴും പാകിസ്ഥാൻ സഹായങ്ങൾ എത്തിച്ചു നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ നുഴഞ്ഞുകയറ്റമൊക്കെ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. പക്ഷേ അവസരം കിട്ടുമ്പോഴെല്ലാം ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുക എന്ന ഒരു രീതി പാകിസ്ഥാൻ ഇപ്പോഴും കൈവിട്ടിട്ടില്ല. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ലോകരാജ്യങ്ങളെല്ലാം പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ്, ഏകദിന ടൂർണമെൻറ്റാണ്. വേൾഡ് കപ്പിനെ അപേക്ഷിച്ച് ഇതിൻ്റെ വ്യത്യാസം എന്നത് ഇതൊരു നോക്കൗട്ട് മത്സരമാണ്. ഒരിക്കൽ തോറ്റാൽ ആ ടീം പുറത്താകുന്നു എന്നുള്ള ഒരു ടൂർണമെൻറ്റാണ്. ഈ ടൂർണമെൻറ്റ് ഇത്തവണ സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തവണ ഈ ടൂർണമെൻറ്റിന് ആതിഥ്യമരുളുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഇവിടെ ഈ ടൂർണമെൻറ്റ് നടത്തിപ്പിന് വിഘാതമാവുകയാണ്. ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനിൽ ക്രിക്കറ്റ് കളിക്കില്ല എന്ന് വർഷങ്ങളായി തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാനുമായി ഇപ്പോൾ ഇന്ത്യക്ക് യാതൊരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവുമില്ല. അങ്ങനെയുള്ള രാജ്യവുമായി ക്രിക്കറ്റ് കളിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ടൂർണമെൻറ്റുകളിൽ പാകിസ്ഥാന് പുറത്തു വച്ച് കളിക്കുമെന്നല്ലാതെ പാകിസ്ഥാനുമായി യാതൊരു തരത്തിലുള്ള ക്രിക്കറ്റ് ബന്ധവും ഇപ്പോൾ ഇന്ത്യക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ടൂർണമെൻറ്റിലും പാകിസ്ഥാൻ ആതിഥ്യം അരുളുന്നത് കൊണ്ട് തന്നെ അവിടെ കളിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ബോർഡാകട്ടെ, ICC എന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് ബോർഡാകട്ടെ ഈ ഒരു സാധ്യത, അതായത് അല്ലെങ്കിൽ ഇന്ത്യയുടെ മാച്ചുകൾ, ഇന്ത്യ കളിക്കാൻ പോകുന്ന മാച്ചുകൾ അത് പാകിസ്ഥാന് പുറത്തേക്ക് ദുബായ് വേദിയാക്കിക്കൊണ്ടൊരു ഹൈബ്രിഡ് തരത്തിൽ ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാൻ സാധിക്കുമോ എന്നവർ ആരായുകയാണ്. പക്ഷേ പാകിസ്ഥാൻ വഴങ്ങുന്നില്ല, പാകിസ്ഥാൻ അതിന് തയ്യാറല്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പങ്കാളിത്തം വലിയ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഇന്ത്യൻ ടീം പങ്കെടുക്കാത്ത ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ക്രിക്കറ്റിനിടയിൽ ചില രാഷ്ട്രീയം കളിക്കാനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിച്ചത്. അതായത് ഈ ക്രിക്കറ്റിൻ്റെ പ്രചരണാർത്ഥം, ഈ ടൂർണമെൻറ്റിൻ്റെ പ്രചരണാർത്ഥം ഇതിൻ്റെ ട്രോഫി പല നഗരങ്ങളിലേക്കും കൊണ്ടുപോവുക പതിവുണ്ട്. ഇതിനെ ട്രോഫി ടൂർ എന്നാണ് പറയുക. ഈ ട്രോഫി ടൂറ് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ, അതായത് പാക് അധീന കശ്മീരിൻ്റെ പല ടൗണുകളിലും നടത്താൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നു. യഥാർത്ഥത്തിൽ ഇന്നാണ് ആ ട്രോഫി ടൂർ ആരംഭിക്കേണ്ടത്. ഇസ്ലാമാബാദിൽ നിന്നും പാകിസ്ഥാൻ അധീന കശ്മീർ, ഇന്ത്യയുടെ കശ്മീരിൽ നിന്നും പാകിസ്ഥാൻ അനധികൃതമായി നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുന്ന മേഖലയാണത്. ആ മേഖല ഒക്കുപ്പൈഡ് കശ്മീരിൻ്റെ തലസ്ഥാനമായ മുസഫറാബാദിലടക്കം ഈ ട്രോഫി ടൂർ നടത്തും എന്നാണ് പാകിസ്ഥാൻ നിശ്ചയിച്ചത്. തീർച്ചയായും അത് ഇന്ത്യയെ പ്രകോപിപ്പിക്കാനാണ്. ഇന്ത്യ കൃത്യമായി അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അത് ഒരു ഡിസ്പ്യൂട്ടഡ് ലാൻഡാണ്, ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. അതിനെ നിയമവിരുദ്ധമായി പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുകയാണ്. ആ ഭാഗത്തേക്ക് ഒരു വേൾഡ് ടൂർണമെൻറ്റിന് ട്രോഫി ടൂർ നടത്തുന്നത് ശരിയല്ല, അതിനെ നമ്മൾ ശക്തമായി എതിർക്കുമെന്ന് BCCI അറിയിച്ചിട്ടുണ്ട്. അതായത് രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ പാകിസ്ഥാൻ സ്പോർട്സിനെയും ക്രിക്കറ്റിനെയും ഉപയോഗിക്കുകയാണ് എന്ന ഗൗരവകരമായ ഒരു ആക്ഷേപമാണ് ഇന്ത്യ ICCക്ക് മുന്നിൽ വച്ചത്. അതുകൊണ്ട് തന്നെ ICC ഈ ഒരു ട്രോഫി ടൂർ റദ്ദാക്കിയിട്ടുമുണ്ട്. അത് തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പാകിസ്ഥാന് വലിയൊരു നാണക്കേടായി മാറുകയും ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു തിരിച്ചടിയായി മാറുകയും ഒക്കെയാണ് ചെയ്തത്. എന്തായാലും ഇത്തരം ട്രോഫി ടൂറുകൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ICCയുമായി കൂടിയാലോചിക്കുക, ആതിഥേയ രാഷ്ട്രങ്ങൾ കൂടിയാലോചിക്കുക പതിവാണ്. അത്തരമൊരു കൂടിയാലോചന തങ്ങളുമായി നടത്തിയിട്ടില്ല എന്ന് ICC പറയുന്നുണ്ട്. BCCI ആകട്ടെ ശക്തമായി പാകിസ്ഥാനെ അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്ത് വരികയും ചെയ്തു. അതായത് BCCIയുടെ അധ്യക്ഷനായിട്ടുള്ള ജയ്ഷ ആണ് ഇപ്പോൾ ഇതിന് മുൻകൈയെടുത്തത്. ജയ്ഷ ICC അധികൃതരുമായി കൃത്യമായി നടത്തിയ ചർച്ചകൾ, ICCക്ക് മേൽ ചെലുത്തിയ സമ്മർദ്ദം, ഇതെല്ലാമാണ് പാകിസ്ഥാൻ്റെ പരിപാടി പൊളിച്ചത് എന്ന് വ്യക്തമാണ്. എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ നാണം കെടുത്താനായി ഇന്ത്യ G20 ഉച്ചകോടികളും മറ്റുമൊക്കെ കശ്മീരിൽ വെച്ച് നടത്തിയിരുന്നു. ഇതിന് പ്രതികാരം ചെയ്യാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. പക്ഷേ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഇടപെടലോടുകൂടി പാകിസ്ഥാൻ്റെ പദ്ധതി പൊളിഞ്ഞിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേഡ് ബൈ ജ്യോതിസ്, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near
UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.